ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം പ്രതിഷ്ഠിച്ച് പെട്രോളിയം മന്ത്രാലയം. നെഹ്റുവില്ലാത്തതും വിവാദം. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസ. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം എത്തിയിട്ടുള്ളത്. ഇത് വിവാദമായി മാറിയിട്ടുണ്ട്. സവർക്കർ, ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയാണ് ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റു ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാ ദിവസവും പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രഖ്യാപിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മിക്കാം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ചിത്രം പങ്കുവച്ചത്. ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി. സുരേഷ് ഗോപിയാണ് കേന്ദ്ര സഹമന്ത്രി. സ്വാതന്ത്ര്യം അവരുടെ സമ്മാനമാണ്, ഭാവി രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ മിഷൻ എന്നാണ് പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറിപ്പ്. പോസ്റ്ററിൽ നെഹ്റുവിനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ വലിയ തോതിൽ വിമർശനമാണ് ഉയരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ വ്യക്തിയാണ് സവർക്കർ എന്ന വിമർശനം BJPക്കെതിരെ പ്രതിപക്ഷം നിരന്തരം ഉയരുമ്പോഴാണ് ഈ പോസ്റ്റർ വരുന്നത്. ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ രാഹുൽ ഗാന്ധിക്ക് കോടതിയുടെ വിമർശനവും വന്നു. ഇതിനുശേഷമാണ് പുതിയ പോസ്റ്റർ വരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. സവർക്കറെ ഗാന്ധിജിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചത് ചരിത്രപരമായി അനുചിതമാണെന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ നടപടി മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിക്കുന്നതാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. ആരായിരുന്നു സവർക്കർ എന്നും കോൺഗ്രസ് ചോദിച്ചു. ബ്രിട്ടീഷുകാരുടെ പെൻഷൻ പറ്റിയ വഞ്ചകനാണെന്നും ഗാന്ധിവധത്തിലെ ഗൂഢാലോചനയിൽ സവർക്കറുടെ പങ്കും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എങ്ങനെയാണ് മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വെച്ചതെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതിനിടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSനെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രീയ സേവനം സമാനതകളില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 100 വർഷങ്ങൾക്ക് മുമ്പാണ് RSS രൂപീകൃതമായത്. RSS ഇപ്പോഴും രാഷ്ട്രീയ നിർമ്മാണത്തിൽ പങ്കാളിയായി. ഇന്ത്യയുടെ സേവനത്തിനായി സമർപ്പിതമായ RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ്. RSSന്റെ ചരിത്രത്തിൽ താൻ അഭിമാനിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു.